സ്നേഹപ്പെട്ട എല്ലാവർക്കും വരുന്നതിലേക്ക് സ്വാഗതം. ഞാൻ നിന്നെ ബഹുജാതികൾക്കും പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കും. ഉൽപ്പത്തി 17-ാമത്തെ വാക്യം. ബൈബിളിൽ പേരുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അതൊരു വ്യക്തിയുടെയോ സ്വഭാവത്തെയോ പുതുതായി ലഭിച്ച ദൗത്യത്തെയോ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് അബ്രഹാമിൻ്റെ സാറാരും പേരുകൾ ദൈവം മാറ്റി. ദൈവം അവരുടെ ദൈവവും അവർ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ജനവും എന്ന് അവരുമായി ഒരു സ്നേഹത്തിൽ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഈ പേരുകൾ മാറ്റിയത്. ശ്രേഷ്ഠനായ പിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നത് ബഹുജാതികൾക്ക് പിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നാക്കി. രാജകുമാരി എന്നർത്ഥമുള്ള സാറായി എന്ന പേര് അനേകർക്ക് രാജകുമാരി എന്നർത്ഥമുള്ള സാറ എന്നാക്കി. ഉൽപ്പത്തി പുസ്തകം 5-15 വരെ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നൽകിയ പേരുകൾ അവർ ഇനി സന്തതിയില്ലാത്തവരായിരിക്കില്ല എന്ന വാഗ്ദത്തം കൂടി ഉണ്ടായിരുന്നു. സാറ ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ അവർ അത്യാഹ്ലാദം മൂലം അവൻ ചിരിക്കുന്നു എന്നർത്ഥത്തിൽ ഇസഹാക്ക് എന്ന പേരിട്ടു. സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെ എല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. ഉൽപ്പത്തി 21-ാമത്തെ വാക്യം. നാം ആളുകളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ നാം അവരെ ബഹുമാനിക്കുകയും അവർ ആരായിരിക്കണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ പ്രത്യേക ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചെല്ലപ്പേര് പോലും ദൈവത്തിന് ചായ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയെ ഉദ്ദേശത്തിൽ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ പേരിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സുഹൃത്തിലോ കുടുംബത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ അവർ ആരാണെന്ന് പ്രതിബിംബിക്കുന്ന പേര് നൽകുവാൻ നിങ്ങൾ എപ്പോഴാണ് സാധിച്ചത്? സകല നാമങ്ങളിലെ നാഥനായ ദൈവമേ, അവിടുന്ന് എന്നെ അങ്ങയുടെ ഛായയിൽ സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് അങ്ങേപ്പോൾ രൂപപ്പെടുത്തുകയും പണിയുകയും ചെയ്യണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.